ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്ക് കർത്തൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ വചനത്തെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള ആ പ്രതിസന്ധിയെ നോക്കിയിട്ട് അത് മാനുഷികമായിട്ട് ആർക്കും തന്നെ ചെയ്ത് തരുവാൻ കഴിയാത്ത വിഷയമാണെങ്കിൽ പോലും വിളിച്ചു പറ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യമാണ്. അത് സ്പെഷ്യലാണ്. പ്രിയരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ചെങ്കടലിനകത്തിൽ വഴിയുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എരിഹോ കോട്ട പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് പോകുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? തീക്കൽ പാറയ്ക്കകത്തിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? കയ്പുള്ള വെള്ളം ഒരു മരത്തിന്റെ ചില്ല വെട്ടിയിട്ടാൽ മധുരമുള്ള വെള്ളമാകുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? യേശുവിനെ ക്രൂശിച്ചപ്പോൾ ക്രിസ്ത്യാനിത്വം മുഴുവൻ തീർന്നുപോയി എന്ന് വിധി എഴുതിയെടുത്ത് 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ അതേ കർത്താവ് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റത് ആർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണോ? അങ്ങനെ ഇതൊന്നും ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ് എങ്കിൽ ഇന്ന് അധികാരത്തോടെ വിളിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവവും ഒരുക്കുന്നത് അത്രയും ശ്രേഷ്ഠതയേറിയ കാര്യമാണെന്നേ. അതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ. കർത്താവ് എന്നോട് പറയുന്ന ആലോചന അത് നിവർത്തി പദത്തിലെത്തിയിരിക്കും. കർത്താവ് എന്നോട് പറയുന്ന ഒരു ദൂതും അത് നിഷ്ഫലമായി പോകത്തില്ല. ജോഷുവ അന്ന് സൂര്യനെ നോക്കി ഗെബയോനിലും ചന്ദ്ര നീ അയ്യോലാൻ താഴ്വരയിൽ നിൽക്കാൻ പറയുമ്പോൾ ജോഷുവായ്ക്ക് അങ്ങനെ ഒരു ചരിത്രം തൻ്റെ പുറകിൽ ആരും ചെയ്തതായിട്ട് അറിയത്തില്ല. പക്ഷേ താൻ എഴുന്നേറ്റ് നിന്നങ്ങ് പറയുക. ആസ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൊച്ചു കുന്നിന്റെ മുകളിലോട്ട് കയറിയിട്ട് പറയുകയാണ്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടാകുമ്പോൾ സഹായിപ്പാൻ ആരുമില്ല കർത്താവേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ജയിക്കുമെന്ന് തനിക്കൊരു ഉറപ്പും ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അല്ല, താൻ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് വ്യക്തമായ മറുപടി ലഭിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അവൻ പ്രാർത്ഥിക്കുന്നതും അവിടെ ഡെലിവറൻസ് സംഭവിക്കുന്നതും. എബേസിന്റെ പ്രാർത്ഥന എന്താണ്? ഹല്ലേലൂയ, വ്യസനപുത്രൻ കിടക്കുന്ന ആ തലയിലെ നാമം അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് താൻ കർത്തന്റെ സന്നിധിയിൽ ഇരുന്നത്. ആ കർത്തന്റെ സന്നിധിയിൽ ഇരുന്നത് ഹല്ലേലൂയ വെറുതെ ആയി പോയോ? ഇല്ലെന്നേ. ഹല്ലേലൂയ, അവന്റെ സ്ഥിതിയെ കർത്താവ് മാറ്റി എങ്കിൽ ദൈവഭക്തനെ, ദൈവ മകനെ, മകളെ, ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടുന്ന സകല ദൈവിക നന്മകളും യേശുവിന്റെ നാമത്തിൽ അത് ഈ ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്ന് കർത്തന്റെ ആലോചന വ്യക്തമായി പറഞ്ഞു.